നമ്മുടെ ഈ കേരളത്തിൽ 2023-ലെയും 2024-ലെയും റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ഏകദേശം 4600-ഓളം പോക്സോ കേസുകളാണ് ഓരോ വർഷം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. നാഷണൽ വൈസ് നോക്കുകയാണെങ്കിൽ 1 ലക്ഷവും 2 ലക്ഷവും കവിഞ്ഞു പോകും ഈ നമ്പർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങൾ വഴി ഇത്തരമുള്ള പോക്സോ കേസുകളെ കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 14 വയസ്സ് മാത്രമുള്ള ഒരു പയ്യനെ കുറച്ച് പേർ ചേർന്ന് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയുള്ള ന്യൂസുകളും പുറത്തേക്ക് വന്നത്. നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും രക്ഷകർത്താക്കളും കുട്ടികളും അധ്യാപകരും അടക്കിയവർ എന്താണ് ഇത്തരമുള്ള ഒഫൻസുകൾ വരുമ്പോൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതും ഇത്തരം അവയർനെസ്സുകൾ എല്ലാവരിലും എത്തിരിക്കേണ്ടതും ഏറ്റവും അത്യാവശ്യമായി കൊണ്ടിരിക്കുകയാണ്. എന്താണ് പോക്സോ ആക്ട്, പോക്സോ ആക്ടിലെ പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, അതുവഴി എങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താം, അവർക്ക് ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, ലോ പോയിന്റ് പരിശോധിക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾ അഡ്വക്കേറ്റ് ആകാശ ചട്ടത്തുമല്ല. ഏവർക്കും സ്വാഗതം. പോക്സോ ആക്ട് 2012, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അസോൾട്ട് 2012 എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. 2012 വരെ നമ്മുടെ രാജ്യത്ത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പീഡനത്തിനിരയാക്കുന്നവർക്കെതിരെ പ്രത്യേകം നിയമങ്ങളൊന്നും നിലവിലില്ലായിരുന്നു. അത് IPC പ്രകാരമുള്ള റേപ്പ് ഒഫൻസ് ആയിട്ടാണ് കൂട്ടിയിരുന്നത്. എന്നാൽ അത് പോരാ എന്നുള്ള നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇത്തരമൊരു നിയമം ഉണ്ടാക്കുകയും അതിന് ഇത്തരമൊരു പേര് നൽകി നിലവിൽ ഇതുവരെയും കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ഈ നിയമം വഴി കൊടുത്തു പോരുന്നത്. 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ പീഡിപ്പിക്കപ്പെടുകയോ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും ട്രയലും നടത്തുവാനും അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന കുറ്റവാളികൾക്ക് വാങ്ങിച്ചു കൊടുക്കുവാനും വേണ്ടിയാണ് പോക്സോ ആക്ട് നിലവിലുള്ളത്. ഈ ആക്ടിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ ഒന്ന്, ആരാണ് ഒരു കുട്ടി, ചൈൽഡ്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു ആളെയും നമ്മൾ ഒരു മൈനറായിട്ട് കുട്ടിയായിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ എന്നാണ് ഈ ഒരു പോക്സോ ആക്ടിനകത്ത് പറയുന്നത്. അടുത്തത് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അതായത് കുട്ടികളെ ലൈംഗികമായിട്ട് ലൈംഗിക അവയവം വെച്ചോ മറ്റെന്തെങ്കിലും വെച്ചോ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരിക്കേൽപ്പിക്കുകയോ ചെയ്യുന്നത് ഈ ഒരു ഡെഫിനിഷനകത്ത് വരും. അത് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് അസോൾട്ട്, അതായത് ടീച്ചേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, ഈവൻ ദോ റിലേറ്റീവ്സ് വരെ കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള റിലേറ്റീവ്സ്, അതായത് ഇത് റിലേറ്റീവ്സോ ഈ പറയുമ്പോൾ പവർ ഉപയോഗിച്ചിരിക്കുന്ന ആൾക്കാരോ ഒക്കെ കുട്ടികളെ സെക്ഷലി അസോൾട്ട് ചെയ്താൽ ഈ ഒരു ഡെഫിനിഷനകത്താണ് വരിക. അതുപോലെ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ഈ ലൈംഗിക അതിക്രമം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തൊട്ടാൽ പോലും ഈ ഒരു ഡെഫിനിഷനകത്ത് വരികയും ആ ഒരു സെക്ഷൻ ഇട്ട് കേസെടുക്കുകയും ചെയ്യാം. അതുപോലെ സെക്ഷൽ ഹരാസ്മെന്റും അതുപോലെ ചൈൽഡ് പോണോഗ്രഫി, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ നഗ്ന ചിത്രങ്ങളോ നഗ്ന വീഡിയോസോ എടുത്ത് പ്രചരിപ്പിക്കുന്നതും അത് കണ്ട് അതിനകത്ത് നിന്ന് എന്തെങ്കിലും പ്ലഷർ നേടുന്നത് പോലും ഈ ഒരു ആക്ടിനകത്ത് പണിഷബിൾ ആയിട്ടുള്ള വളരെ വലിയ ഒഫൻസ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഈ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന് 7 വർഷം മുതൽ ലൈഫ് ഇംപ്രസ്മെന്റ് വരെ പണിഷ്മെന്റ് നൽകാമെന്നും ഈ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന് മിനിമം 10 വർഷവും കൂടാതെ ഫൈനും അല്ലെങ്കിൽ ലൈഫ് ഇംപ്രസ്മെന്റും വിത്ത് ഫൈനും നൽകാമെന്നും സെക്ഷൽ അസോൾട്ടിന് 5 വർഷം വരെയും സെക്ഷൽ ഹരാസ്മെന്റിന് 3 വർഷവും ഫൈനും ചൈൽഡ് പോണോഗ്രഫിക്കാണെങ്കിൽ 5 മുതൽ 7 വർഷം വരെ തടവും വിത്ത് ഫൈനും ഫെയിലിയർ ഓഫ് റിപ്പോർട്ട് ഓഫ് ഒഫൻസ്, അതായത് ഇങ്ങനെ ഒരു പോക്സോ ആക്ട് പ്രകാരമുള്ള ഒരു ഒഫൻസ് നടന്നെന്നും ഇത് പോലീസിനെയും അതിൻ്റെ അതോറിറ്റിയും അറിയിക്കാൻ ടീച്ചേഴ്സോ ഇനി ഈവൻതോ രക്ഷകർത്താക്കളോ മടിക്കുകയാണെങ്കിലും അതിലെന്തെങ്കിലും താമസം വരുത്തുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കുകയും ചെയ്താൽ അവരെയും 6 മാസം വരെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കാമെന്നും ഈ ഒരു ആക്ടിനകത്ത് പറയുന്നുണ്ട്. ഈ ഒരു ആക്ട് പ്രകാരമുള്ള കേസിനകത്ത് വരുന്ന ഇരകൾക്ക് കൊടുക്കുന്ന കുറച്ച് പ്രൊട്ടക്ഷൻസ് ഉണ്ട്. അതായത് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ കുട്ടികളെ സമീപിക്കുമ്പോൾ ഈ യൂണിഫോം ഉപയോഗിക്കാൻ പാടില്ല എന്നും അതുപോലെ തന്നെ കുട്ടികൾക്ക് സേഫായിട്ട് തോന്നുന്ന എൻവയോൺമെന്റിൽ വെച്ച് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യണമെന്നും അതുപോലെ തന്നെ കുട്ടികൾ ഈ ട്രയലിന്റെ സമയത്ത് പ്രതിയെ നേരിട്ട് കാണാൻ പാടില്ല എന്നും അതുപോലെ തന്നെ കുട്ടിയുടെ ഐഡന്റിറ്റി അവരുടെ പേര്, അവരുടെ ഫോട്ടോ, അവരുടെ അഡ്രസ്സ്, അവരുടെ രക്ഷകർത്താക്കളുടെ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവിടാൻ പാടില്ല എന്നും ഇതിനുവേണ്ടി എല്ലാ ജില്ലകളിലും ഓരോ സ്പെഷ്യൽ കോർട്ടുകൾ, പോക്സോയ്ക്ക് വേണ്ട സ്പെഷ്യൽ കോർട്ടുകൾ വിപുലീകരിക്കണമെന്നും ഈ കുട്ടികൾക്ക് കൗൺസിലിങ്ങും മെഡിക്കൽ കെയറും അതുപോലെ കോമ്പൻസേഷനും നൽകണമെന്നും ഈ ആക്ടിനകത്ത് നിയമം പറയുന്നുണ്ട്. 8 വയസ്സിന് താഴെയുള്ള കുട്ടികളും രക്ഷകർത്താക്കളും നമുക്ക് ചുറ്റുമുള്ളവരും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ 18 വയസ്സിന് താഴെയുള്ള
കുട്ടികളുടെ കൂടെ അവരുടെ സമ്മതപ്രകാരമാണെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അതൊരു കുറ്റമാണ്. അതായത് ഇവരുടെ ഇവരുടെ കൺസേണോട് കൂടിയാണ് നിങ്ങൾ ഈ കുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ അല്ലെങ്കിൽ ഇവരുടെ സെക്സ് ചാറ്റിംഗ് നടത്തുന്നതോ അല്ലെങ്കിൽ ഇവരുടെ നഗ്ന വീഡിയോസ് വാങ്ങിക്കുന്നതോ ഇതെല്ലാം ഇവിടെ സമ്മതപൂർവ്വമാണെങ്കിൽ പോലും ഈ ആക്ടിനകത്ത് നിങ്ങൾ ഒരു കുറ്റവാളിയായി മാറുകയും നിങ്ങൾ ശിക്ഷയ്ക്ക് അർഹനായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അവരറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അവരെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നത്, അതായത് സ്റ്റോക്കിംഗ് ചെയ്യുന്നതും പോക്സോ ആക്ട് പ്രകാരം വളരെ വലിയ കുറ്റമായി കാണുകയും ശിക്ഷയ്ക്ക് അർഹനാവുകയും ചെയ്യും. ഈ പോക്സോ ആക്ടിനും പുറമെ നമ്മുടെ സൊസൈറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടികളുടെ സ്വഭാവ മാറ്റത്തെ രക്ഷകർത്താക്കളും അവർക്ക് ചുറ്റുമുള്ളവരും സുഹൃത്തുക്കളും കണ്ടില്ല എന്ന് നടിക്കരുത്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ അവരോട് തുറന്നു ചോദിക്കുവാനും അവരെ സപ്പോർട്ട് ചെയ്യുവാനും ശ്രമിക്കുകയും വേണം. അതുപോലെ തന്നെ സ്കൂളുകളിൽ ടീച്ചേഴ്സും സ്കൂൾ അധികൃതരും കുട്ടികളുടെ സ്വഭാവമാറ്റവും മറ്റുമുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്യുകയും അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുകയും അവർ എന്തെങ്കിലും ഇതുപോലുള്ള അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവന്ന് പോലീസ് അറിയിക്കുവാനുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. അതുപോലെ തന്നെ നെയ്ബേഴ്സും റിലേറ്റീവ്സും ഈ കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ടെങ്കിലോ ഇവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിലോ അത് നോട്ട് ചെയ്ത് ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളെയോ അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക. നമുക്കിവിടെ നേരിട്ട് വിളിച്ചു പറയാൻ വേണ്ടി ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉണ്ട്. 1098 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് നേരിട്ടോ ഫോൺ വിളിച്ചോ ഈ പരാതികൾ കൈമാറാവുന്നതാണ്. കുട്ടികൾ നമ്മുടെ നാടിൻ്റെ ഭാവിയാണ്. അവരുടെ ഓരോ പ്രശ്നങ്ങളും നോട്ടീസ് ചെയ്യുവാനും അതിന് തക്കതായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാനും ചുറ്റുമുള്ള രക്ഷകർത്താക്കളും സുഹൃത്തുക്കളും റിലേറ്റീവ്സും നാട്ടുകാരുമെല്ലാം ഒന്നിച്ച് ശ്രമിച്ചാൽ മാത്രമേ ഇത്തരമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ നമുക്ക് പുറത്തു കൊണ്ടുവരുവാനും അവർക്ക് നീതി നേടിക്കൊടുക്കുവാനും പറ്റുകയുള്ളൂ. ഇന്നും നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും മറ്റുള്ളവർക്കും എന്താണ് പോക്സോ ആക്ട് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്രാഹ്യമില്ല. നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒത്തുചേർന്നുകൊണ്ട് പോക്സോ ആക്ടിനെ കുറിച്ചുള്ള അവയർനെസ് തുടങ്ങുവാൻ വേണ്ടി പല കാര്യങ്ങളും നാട്ടിൽ ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ പൂർണ്ണമായ സപ്പോർട്ട് കൊടുക്കുകയും വേണം. ഇതുവരെയും പോക്സോ ആക്ട് എന്താണെന്ന് പൂർണ്ണമായി അറിവില്ലാത്തവർക്ക് ഈ വീഡിയോ എത്തിച്ചു നൽകുക, മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമന്റ് സെക്ഷനിലോ നേരിട്ടോ ചോദിക്കാവുന്നതാണ്. ഇത്തരമുള്ള ലീഗൽ അവയർനെസ്സിനും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഞങ്ങൾ അഡ്വക്കേറ്റ് ആകാശ സട്ടത്തുമല്ല. പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.